ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഭ്യന്തരകർമ്മ്യത്തിന്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം. അമ്മ ത്രേസ്യയുടെ രചനകളിൽ അതിൻ്റെ ഏറ്റവും സവിശേഷതയായി ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ അന്തർലീനമായി കിടക്കുന്ന ആത്മനിഷ്ഠാ സ്വഭാവമാണ്. പലപ്പോഴും നമ്മൾ ഗ്രന്ഥങ്ങൾ രചിക്കുന്നു, ലേഖനങ്ങൾ എഴുതുന്നു, ഇതിനു വേണ്ടുന്ന അറിവ് പകരുവാനായിട്ടാണ്. എന്നാൽ ഇതെങ്ങനെ അറിവ് പകരുന്ന ഒരു ഗ്രന്ഥരചനയോ അല്ലെങ്കിൽ ഒരു പുസ്തകരചനയോ ഒന്നും ആയിരുന്നില്ല. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ എഴുതിയ ഗ്രന്ഥങ്ങളുടെ ഓരോ പേജിലും അമ്മ ത്രേസ്യ എന്താണ്, അമ്മ ത്രേസ്യ ആരാണ് എന്നത് വളരെ വ്യക്തമായി ദർശിക്കാമായിരുന്നു. അതായത് ഒരു ആത്മാവും ദൈവവും തമ്മിലുള്ള ബന്ധം, അമ്മ തെരേസായും ദൈവമണവാളും തമ്മിലുള്ള ബന്ധം, അങ്ങനെ ആ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് അനുഭവങ്ങളുടെ ഒരു ചിത്രമാണ് നമ്മൾ അതിൽ കാണുന്നത്. അതിൻ്റെ ഓരോ പേജുകളിലും അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഭ്യന്തരകർമ്മ്യത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് അവൾ സ്വാംശീകരണം എന്നൊരു പ്രക്രിയയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ സ്വാംശീകരണം? അതായത് ഒരു തുള്ളി ജലം ഭൂമിയിൽ വീഴുമ്പോൾ മണ്ണ് അതിനെ സ്വാംശീകരിക്കുന്നു. ഒരു സ്പോഞ്ച് വെള്ളത്തിൽ മുക്കുമ്പോൾ സ്പോഞ്ചിലേക്ക് ആ വെള്ളം സ്വാംശീകരിക്കപ്പെടുന്നു. അങ്ങനെ ആത്മാവും ദൈവവുമായിട്ട് ഒന്നായിത്തീരുന്ന, അതായത് ആ ഒരു തുള്ളി ജലം, ആത്മാവിന്ന ഒരു തുള്ളി ജലം ആ മഹാസമുദ്രത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന ആ പ്രക്രിയ, അതാണ് സ്വാംശീകരണം. അമ്മ ത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും അവളതുപോലെ ദൈവവുമായിട്ട് സ്വാംശീകരിക്കപ്പെട്ട് അതുപോലെ ഒന്നായി ചേർന്ന് ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് അവളുടെ രചനകളിലുടനീളം നാം കാണുന്നത് ഈ ചിത്രമാണ്. അങ്ങനെ അമ്മ ത്രേസ്യയും ദൈവവുമായിട്ട് അല്ലെങ്കിൽ ആത്മാവും ദൈവമണവാളിനും ഒന്നായി തീർന്ന ആ ഒരു ചിത്രമാണ് നാം കാണുന്നത്. അവളുടെ രചനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അഭ്യന്തരകർമ്മ്യമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ അവളെ സംബന്ധിച്ചോളം അവൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അവളുടെ സ്വയംകൃത ചരിത്രത്തിനായിരുന്നു. അവിടെ അതിൻ്റെ 1-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ അവളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച്, അവളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ആത്മീയ ജീവിതത്തിൽ അവൾക്കുണ്ടായ ഉയർച്ചകളും താഴ്ചകളും, ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു ആഭ്യന്തരമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള യുദ്ധങ്ങൾ, അതിനെ തരണം ചെയ്യുവാനായിട്ട് അവളെടുത്ത ചില നിലപാടുകൾ ആണ്. അതാണ് ഒരു ആദ്യത്തെ 10 അധ്യായത്തിൽ നാം കാണുന്നത്. ഇത് ആത്മീയമായിട്ട് ഉന്നത പദവിയിലേക്ക് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ പ്രോത്സാഹനജനകമാണ്. കാരണം നമുക്കറിയാം, നാം മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം തകർച്ചകളാണ്, എന്തെല്ലാം ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള സമരങ്ങളാണ് നാം നേരിടേണ്ടി വരുന്നത്. അതായത് മൗതിക ജീവിതത്തിന്റെ കൊടുമുടി കയറിയ അതിൻ്റെ എല്ലാം ഏറ്റവും ഉന്നതിയിലെത്തിയ ഒരു വ്യക്തി ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെയാണ് കടന്നുപോയെന്ന് അറിയുമ്പോൾ നമുക്കും അത് ഒത്തിരിയേറെ പ്രചോദനം നൽകുന്നതാണ്, പ്രോത്സാഹനം നൽകുന്നതാണ്. അതിൻ്റെ 11 മുതൽ 27 വരെ അധ്യായങ്ങളിൽ അവൾ വിവരിക്കുന്നത് ആ ധ്യാനാത്മക പ്രാർത്ഥന, കോണ്ടംപ്ലേറ്റീവ് ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. വീണ്ടും 17 അവസാനത്തെ 13 അധ്യായത്തിൽ അവൾക്കുണ്ടായിരുന്ന അതിസ്വാഭാവിക ദാനങ്ങളെ കുറിച്ചൊക്കെ അവൾ വിവരിക്കുന്നുണ്ട്. ഇനി 1566 ആവിലായിലെ സെന്റ് ജോസഫ് മഠം അവൾ സ്ഥാപിക്കുന്നത്. അതിനുശേഷം അവളുടെ കുമ്പസാരക്കാരൻ്റെ ആജ്ഞാപ്രകാരം അവിടെ ഈ പുതിയ ജീവിതം ആരംഭിക്കുവാനായിട്ട് വന്നിരിക്കുന്ന അർത്ഥിനികൾ, അതായത് പൂർവികരുടെ ചൈതന്യത്തിൽ അവർ ആ കർമ്മലമലയിൽ ജീവിച്ച അതേ ജീവിത രീതി ഒരു കോൺവെന്റിന്റെ, ഒരു ആശ്രമത്തിന്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുവാനായിട്ട് ദൃഢപ്രതിജ്ഞയെടുത്ത് വളരെയേറെ തീക്ഷ്ണമായ ആഗ്രഹത്തോടെ അവിടെ വന്നിരിക്കുന്ന ആ അർത്ഥിനികൾ അവരുടെ അപേക്ഷ പ്രകാരം അവർക്കൊരു ആത്മീയ രൂപീകരണം കൊടുക്കാനായിട്ടാണ് ഈ സുഹൃത സരണി എന്ന പുസ്തകം എഴുതിയത്. ഈ സുഹൃത സരണി എന്ന പുസ്തകത്തിന്റെ അകത്ത് ശരിക്കും ഒരു കർമ്മലീത്ത സന്യാസിയുടെ സമഗ്രമായൊരു ചിത്രം, എങ്ങനെയാണ് അവർക്ക് ജീവിക്കേണ്ടത്, അതിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ആത്മീയമായിട്ടുള്ള വളർച്ചകൾ, അവൾ പാലിക്കേണ്ട പുണ്യങ്ങൾ, അവൾ നേരിടേണ്ടതായിട്ടുള്ള ചില പ്രലോഭനങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം അവൾ വിവരിക്കുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനയെക്കുറിച്ച് വാചിക പ്രാർത്ഥന, മാനസിക പ്രാർത്ഥന, വാചിക പ്രാർത്ഥനയുടെ ഉണ്ടാകേണ്ട വിചിന്തനങ്ങൾ,
പിന്നീട് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന എങ്ങനെ ചൊല്ലണം, അതിൻ്റെ ഓരോ വാക്കും ചെല്ലുമ്പോൾ നമ്മുടെ മനോമുഖരത്തിലൂടെ കടന്നു പോകേണ്ട വികാര വിചാരങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം സമ്യക്കായിട്ട് അവൾ വിവരിച്ചിരിക്കുന്ന ശരിക്കും ഒരു ആത്മീയ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയെന്ന് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് അവൾ വിവരിക്കുന്നു. പിന്നീട് ആഭ്യന്തരകർമ്മ്യം, നമുക്കറിയാവുന്നതുപോലെ ആഭ്യന്തരകർമ്മ്യം ഭൗതിക ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അതായത് ആത്മാവും ദൈവവുമായിട്ട് വരനും വധുവും എന്ന രീതിയിൽ ആത്മീയ വിവാഹത്തിലൂടെ ഒന്നായി ചേരുന്ന ഒരു വളരെ മനോഹരമായ ഒരു അനുഭവം അവൾ വിവരിക്കുന്നത് ഇതൊരു മറ്റൊരു സ്വർഗമാണെന്നാണ്. അങ്ങനെ ആ സ്വർഗത്തിൽ നമ്മൾ എങ്ങനെയാണോ ദിവ്യനാഥൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുന്നത്, അതുപോലെ ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാനുള്ള അനുഗ്രഹം അത് നമുക്ക് ലഭിക്കുന്നു. പിന്നീട് മതസ്ഥാപന പരിചയം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥമായൊരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെയാണ് അവൻ്റെ പ്രേക്ഷിത വേല ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, അമ്മ ത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയും ജീവിതവും തമ്മിൽ വേർതിരിക്കാൻ സാധിക്കില്ല. പ്രാർത്ഥന തന്നെയായിരുന്നു ജീവിതം, ജീവിതം തന്നെയായിരുന്നു പ്രാർത്ഥന. അതുപോലെ തന്നെ ആത്മീയ ജീവിതവും ഈ ഭൗതിക ജീവിതവും തമ്മിൽ വേർതിരിക്കാൻ സാധിക്കില്ലായിരുന്നു. ദൈവേഷ്ടമനുസരിച്ച് ഓരോ നിമിഷവും നാം ജീവിക്കുക, അതാണ് ആ പരിപൂർണത എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അതിനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമുക്കതിനായിട്ട് പരിശ്രമിക്കാം. അവിടെയാണ് പരിപൂർണത. അമ്മ ത്രേസ്യയുടെ ഈ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. നമുക്കും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഒത്തിരിയേറെ സമരങ്ങൾ നാം ചെയ്യേണ്ടതായിരുന്നു, ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ നാം അതിജീവിക്കേണ്ടതായിരിക്കുന്നു, ഒത്തിരിയേറെ തിന്മകൾ നമ്മൾ അതിജീവിക്കേണ്ടതായിരിക്കുന്നു. അങ്ങനെയെല്ലാം ചെയ്ത് നമുക്ക് ഈ ആത്മീയയുടെ പടികൾ അമ്മ ത്രേസ്യയെ പോലെ കടന്നു ചെല്ലുവാനായിട്ട്, പടികൾ കടക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.